മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ സീരിയസ് അല്ലാത്ത ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് പറയുന്നത്. 2 ദിവസം മുമ്പ് ഒരു അറബിക്കഥ എന്നൊരു സിനിമ ഞാൻ കാണേണ്ടത്. മുഴുവനൊന്നും കണ്ടില്ല, നേരത്തെ കുറച്ച് കണ്ടിട്ടുണ്ട്. ശ്രീനിവാസന്റെ കഥയാണ്. ശരിക്ക് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് യുവാക്കളുടെ മാനസികാവസ്ഥയാണ് ശ്രീനിവാസൻ അറബിക്കഥയിലൂടെ കാണിക്കുന്നത്. ആവേശോജ്വലമായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് യുവാവ്, എല്ലാത്തിനെയും അടച്ചു പൂട്ടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്പ്യൂട്ടറിനെതിരെ, കൊക്കക്കോളയ്ക്കെതിരെ, ഇവിടുത്തെ കൊയ്ത്ത് യന്ത്രത്തിനെതിരെ, ക്രഷറിനെതിരെ, മറ്റ് സംസ്ഥാനത്തെ ജോലിക്കാർ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നതിനെതിരെ, ഇൻഡസ്ട്രിയലൈസേഷനെതിരെ, കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്കെതിരെ, ആത്മീയതയ്ക്കെതിരെ, ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങൾ ഒഴികെയുള്ള ഭാരതീയ മതങ്ങൾക്കെതിരെ, ഭാരതീയ ഗ്രന്ഥങ്ങൾക്കെതിരെ എല്ലാം ആക്രോശിച്ച് പ്രവർത്തിച്ച് തകർന്ന് തരിപ്പണമായ ഒരു വ്യക്തിയുടെ ഈ വിദേശത്തേക്കുള്ള പോക്ക്. ആ വിദേശത്ത് പോയി ഒരു പണിയും എടുക്കാൻ പഠിച്ചിട്ടില്ലാതെ നേതാവായി മുദ്രാവാക്യം വിളിച്ച് ഒരു സംസ്ഥാനത്തെ കുത്തുവാളയെടുപ്പിച്ച ഒരു പാർട്ടി. ആ പാർട്ടി പ്രവർത്തകൻ ദുബായിൽ ചെന്ന്, ശരിക്ക് ശ്രീനിവാസൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ അത് ഗംഭീരമായിട്ട് ആ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജഗതി ശ്രീനിവാസനോട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. തനിക്ക് പറ്റിയ പണി എന്താണ്? നമ്മുടെ നാട്ടിലെ എല്ലാ കമ്പനികളും പൂട്ടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുകയും, എന്നിട്ട് കമ്പ്യൂട്ടറിൽ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യാൻ പറയുകയും, അയാൾക്ക് കുടിക്കാൻ ഫ്രൂട്ട് ജ്യൂസ് കൊടുത്ത് ആ കമ്പ്യൂട്ടറിൽ ഇയാൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവിടെ വെക്കട റാസ്കൽ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പുറത്താക്കുന്നതും, ഒരു കടയിൽ ജോലിക്ക് നിൽക്കുമ്പോൾ ഈ കൊക്കക്കോള താൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ്, വിൽക്കില്ല എന്ന് പറഞ്ഞ് പ്രിൻസിപ്പിൾ, എനിക്കൊരു പ്രിൻസിപ്പിളുണ്ട്, അതനുസരിച്ച് ഞാൻ ജീവിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ദുബായിൽ ചെന്ന് അനുഭവിക്കുന്ന ദുരിതം അത് നല്ല ഗംഭീരമായിട്ട് ഈ നാടിനെ കുത്തുവാള എടുപ്പിച്ച ഒരു പാർട്ടിയുടെ, ഭാരതത്തിൽ മറ്റൊരു നാടിന്, ഒരു സംസ്ഥാനത്തിന് സംഭവിക്കാത്തത് കേരളത്തിൽ സംഭവിക്കാനുള്ള കാരണം ഈ പാർട്ടിക്കാരാണ്. ഭാരതത്തിലെ മുഖ്യ പ്രതിപക്ഷമായിരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാര്, അതിന്റെ നേതാവായിരുന്ന എ കെ ഗോപാലൻ, അവരെല്ലാം നേതൃത്വം വഹിച്ച ഒരു പാർട്ടിയുടെ ഇന്നത്തെ ഗതികേട് അച്യുതാനന്ദന്റെ ഗതികേട് പോലെ തന്നെയാണ്. പലതും മരിച്ചു ചെയ്യുമ്പോഴാണ് നാറ്റം വരുന്നത്, ദുർഗന്ധം വരുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ദുർഗന്ധം വരുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. ശരിക്കും യെച്ചൂരി അടുത്ത കാലത്ത് പറയേണ്ടായി, ഈ GST പാസ്സാക്കാൻ കോൺഗ്രസുമായിട്ട് മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് ചർച്ച ചെയ്തു, ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. മണ്ണിര പറയുന്ന മാതിരിയാണ്. എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാതെയാണ് മൂർഖൻ പാമ്പ് തീരുമാനം എടുക്കുന്നത് എന്ന് പറയുന്ന മാതിരിയാണ്. അപ്പോ ഒന്നുമില്ലാതെ ആയിരിക്കുന്നു. ബംഗാളിലൊക്കെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഗതികേട് ഏത് പാർട്ടിയെയാണോ ജീവിതം മുഴുവൻ എതിർത്തിരുന്നത്, ആ കോൺഗ്രസുമായിട്ട് ചേർന്ന് ജീവശ്വാസത്തിന് വേണ്ടിയിട്ട് ബംഗാളിൽ പ്രവർത്തിക്കേണ്ടി വന്നു. കേരളത്തില് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ 10 സീറ്റ് പോലും കിട്ടില്ല. അങ്ങനെ CPM-ഉം മറ്റേതൊക്കെയോ ഈർക്കലി പാർട്ടികളും ഒക്കെ ആയിട്ട് നിലനിൽക്കേണ്ടി വന്നു. ഈ യുവാക്കള് എല്ലാവരും അറബിക്കഥ എന്നൊരു സിനിമ കാണണം. ചുവന്ന ഷർട്ടും കാവി പാൻറ്റും ഇട്ട് ഈ നേതാക്കന്മാർക്ക് വേണ്ടി ചാവാനും കൊല്ലാനും ഒക്കെ നടന്ന് സ്വയം ഒരു ജോലിയും ചെയ്യാതെ വെറും തൊഴിലില്ലായ്മ വേതനവും വാങ്ങിച്ചുകൊണ്ട് ആരെങ്കിലും നടത്തുന്ന കമ്പനികളെ മൊത്തം പൂട്ടിച്ച്
അവിടെയുള്ള തൊഴിലാളികളെ കുത്തുവാളയെടുപ്പിച്ച് കേരളത്തിലെ ഇന്നും പൂട്ടിക്കിടക്കുന്ന 100 കണക്കിന് ഫാക്ടറികളുടെ തൊഴിലാളികൾ ഗതിയില്ലാതെ കഞ്ഞി കുടിച്ച് നിൽക്കുമ്പോൾ സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നും പറഞ്ഞ് നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് മാങ്ങാത്തൊലി എന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും തെണ്ടിച്ച് കുത്തുവാളയെടുപ്പിച്ച് തെരുവിലിറക്കി അന്ത്യത്തില് ഒരു ചെറിയ സംസ്ഥാനം ത്രിപുരയിൽ മാത്രം ഒതുങ്ങിക്കൂടി. ആ ത്രിപുരയിലെ CPM-ന്റെ മുഖ്യമന്ത്രി അൺകണ്ടീഷണലി നരേന്ദ്രമോദിക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. കേരളത്തിലാണെങ്കിൽ ശരിക്ക് മാതൃഭൂമിയിലോ മറ്റോ ഒരു നല്ല ഉണ്ണികൃഷ്ണന്റെ ഒരു കാർട്ടൂൺ കണ്ടു, മൻ കി ബാത്ത് എന്ന് പറഞ്ഞ്. ഈ മോഡി എന്ന കുരങ്ങൻ ഇങ്ങനെ നിൽക്കുന്നു, പിണറായി വിജയൻ എന്ന കുരങ്ങൻ ദൂരെ മാറി നിന്നുകൊണ്ട് നോക്കിയിരിക്കുന്നു. മോഡി എന്ന കുരങ്ങൻ മുമ്പോട്ട് പോകുന്നു, പിണറായി വിജയൻ എന്ന കുരങ്ങൻ അതിന്റെ പുറകെ വരുന്നു. അതുപോലെ മോഡി എന്ന കുരങ്ങൻ നേരെ കുളത്തിലിറങ്ങി കുളിക്കുന്നു, ഈ പിണറായി വിജയനും ഒരുമിച്ച് ചിരിച്ചുകൊണ്ട് കുളിക്കുന്നു. മൻ കി ബാത്ത് എന്നുള്ളതിനെ മൻ കി ബാത്ത് ആക്കി അല്ല, ഗംഭീരമായിട്ടുള്ള കാർട്ടൂൺ. അവനവന് നിന്ന് പിഴയ്ക്കാൻ പറ്റാതെ എന്നിട്ടും ഈ സുധാകരന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ധാർഷ്ട്യത്തോടുകൂടിയ വാക്കുകളും ശീലിച്ച ആ പ്രയോഗങ്ങളും തനി നാറിയ വർത്തമാനവും എല്ലാം കൂടി കേൾക്കുമ്പോൾ ഇതുങ്ങളെയൊക്കെ ആദ്യം ഹരിദ്വാരിൽ കൊണ്ടുപോയിട്ട് ഗംഗയിൽ മുക്കി കുളിച്ച് പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ ഗോമയം ച നവന്ദിദ്യാൽ ഭൂയിഷ്ടം ധേനു സംഭവം സജലം ശിഥിലം ശുഷ്കം കീടവഞ്ച വിവർജയേത്. ഭൂമിയിലേക്ക് വീണ പശുവിന്റെ ചാണകം, അത് പുതിയ ചാണകം വേണം. അത് വെള്ളമുള്ളത് പാടില്ല, കീടമുള്ളത് പാടില്ല, ഉണങ്ങിയത് പാടില്ല, വീണ് തെറിച്ചത് പാടില്ല. അങ്ങനെയുള്ള ചാണകത്തിന്റെ കൂട്ടത്തില് ഗോമൂത്രവും ഒരൽപ്പം പാലും നെയ്യും തൈരും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിനെയാണ് പഞ്ചഗവ്യം എന്ന് പറഞ്ഞ്. ഇവരെയൊക്കെ പഞ്ചഗവ്യം കുടിപ്പിച്ചാൽ പോരാ, ശരിക്കാണെങ്കിൽ നമ്മളൊക്കെ അത് കുടിച്ചാൽ മതി. ഇത് പഞ്ചഗവ്യം കൊണ്ട് കുളിപ്പിച്ച് ഗംഗയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച്, പിന്നെ പഞ്ചഗവ്യം കൊണ്ട് കുളിപ്പിച്ച്, പിന്നെ വീണ്ടും ഗംഗയിൽ ഇറക്കി കുളിപ്പിച്ച്, ഇവരുടെ നാക്കും വാക്കും പ്രവൃത്തിയും വീക്ഷണവും ഇത്ര പരമനാറിയ ലെവലിലേക്ക് എത്തി എന്നൊന്ന് ബോധ്യപ്പെടുത്താൻ ഒറ്റയ്ക്ക് ഒരു സിനിമാ തിയേറ്ററിൽ ഇവരെയൊക്കെ ഇരുത്തിയിട്ട് ആ അറബിക്കഥ എന്ന ശ്രീനിവാസന്റെ സിനിമ ഒന്ന് കാണിക്കാൻ ആരെങ്കിലും മുമ്പോട്ട് വന്നാൽ, 93 വയസ്സായിട്ട് കയ്യും കാലും അനങ്ങാതെ ഇവിടുത്തെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായിട്ടിരിക്കുന്ന വ്യക്തിയോ 97 വയസ്സായിട്ട് 30 കൊല്ലമായ KR ഗൗരിയമ്മയോ ഇവരെ ഒന്ന് ഒറ്റയ്ക്ക് ഈ സിനിമ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ എന്ന് ഗോപാലകൃഷ്ണന്റെ ഒരു അന്ത്യാഭിലാഷം. നടക്കില്ല എന്ന് എനിക്കറിയാം, എന്നാലും അന്ത്യാഭിലാഷം എന്ന രീതിയിൽ ആശിച്ചു പോവുകയാണ്. പ്രണാമം, നമസ്കാരം.